ഹലോ ഗൈസ്. പിന്നില്ലേ ഇത് നമ്മുടെ സന്തോഷിന്റെ സിസ്റ്ററാണ്. പേരെന്താണ്? രഞ്ജു. അല്ല, രഞ്ജിത എന്നല്ലേ പേര്? രഞ്ജിത ഫ്രം ചെന്നൈ ഫെഡറൽ ബാങ്കില് മാനേജർ, സീനിയർ മാനേജർ. 2 കുട്ടീസ് ഇവിടെ ഉണ്ട്. ഒരെണ്ണം ഹോസ്റ്റലിലാണ്. എവിടെ? നാണം വന്നെ. ഇത് ട്വിൻസ് ആട്ടോ. ഉണ്ടോ? ട്വിൻസിന്റെ പേര് പറഞ്ഞോളൂ. ദയ, ധ്വനി, 7th സ്റ്റാൻഡേർഡ് അല്ലേ? നമ്മുടെ അച്ചുക്കുട്ടി, നമ്മുടെ ശോഭ മേഡം, നമ്മുടെ ഷീബ. അതെ, ഞാനില്ലാണ്ട് എന്താ ആഘോഷമാവും? എന്നെ പറയണ്ട, എന്നെ കാണിക്കണ്ട. ഇനിയും വരും കേട്ടോ. 2-3 പേര് കൂടി വരാനുണ്ട്. നമ്മുടെ ഹസ്ബൻഡ്സ് വേറെ സ്ഥലത്ത് ട്രിപ്പിന് പോയി. അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുവോ? ഇവരൊക്കെ കഴിക്കണേ വടാപ്പാവും സമൂസ. ഇതാ നമ്മുടെ ആളിതാ ഉറക്കി എഴുതേറ്റ് സ്വെറ്ററൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. തണുപ്പ് അതികഠിനമാണ് ഗൈസ്. ഹായ്. സമൂസയുടെ സോസ് ഇങ്ങനെ വെച്ച് എരിവുണ്ടാവുമല്ലോ. സ്വീറ്റും എരിവും വൈനൊക്കെയാ. ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിക്കും. എൻ്റെ പേരെന്നെ പറയുന്നത്. ആട്ടുകട്ടിലൊക്കെ ഉണ്ട് ഇവിടെ. ധന്യയുടെ വീട് ഞാൻ കാണിച്ചിട്ടില്ല വ്ളോഗ്. ധന്യയുടെ ഗാർഡനൊക്കെ കണ്ടു. ബാക്ക് ഗാർഡനൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? ധന്യയുടെ ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അത് യൂട്ടിലിറ്റി ഏരിയ. അടിപൊളിയല്ലേ? ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും അടിച്ചു പൊളിക്കാമെന്ന്. എന്താണെങ്കിലും ഫ്രീ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ധന്യയുടെ വീട്ടിലാണ് കൂടിയത്. ശോഭ ചേച്ചിയും ശോഭയും സത്യേച്ചിയും ഷീബയാണ് വന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ മക്കൾക്കൊക്കെ പ്രീ ബോർഡൊക്കെ ആയതുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഫ്രീ ആകുമ്പോൾ ഇനിയും ഞങ്ങൾ കൂടും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഫുഡും ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി വെച്ചിരുന്നു. പിന്നെ ധന്യയുടെ സിസ്റ്ററിനോയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്കൊരു ബ്രേക്കിന് വേണ്ടി ബാംഗ്ലൂരിൽ തങ്ങിയതാണ്. നല്ല തണുപ്പാട്ടോ ബാംഗ്ലൂരിൽ. ഓരോ ദിവസവും കൂടി വരികയാണ്. ധന്യയുടെ വീട്ടിൽ ഇതാ ഒരു മ്യൂറൽ പെയിൻറ്റിങ് കണ്ടോ. ഹൗസ് വാമിങ്ങിന് ആരോ വരച്ച് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ അത്. ഞങ്ങൾ ഈ കയറി പോകുന്നത് ടെറസിലേക്കാണ്. അപ്പോൾ ധന്യ ടെറസ് ഇതുപോലെ ഗെറ്റ് ടുഗദറിനൊക്കെ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ശോഭേച്ചി കുറച്ച് വൈൻസ് ഹോം മെയ്ഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ജിഞ്ചർ, ബീറ്റ്റൂട്ട്, ആംലയൊക്കെ. ആൾ നല്ല എക്സ്പേർട്ടാട്ടോ വൈൻ ഉണ്ടാക്കുന്നതിൽ. എപ്പോൾ നമ്മൾ ആളുടെ വീട്ടിൽ ചെന്നാലും ഏതെങ്കിലും ഒരു വൈൻ ഉണ്ടായിരിക്കും സ്റ്റോക്ക്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി അടിച്ചു വിളിച്ചു കേട്ടോ. ഈ കുപ്പികളൊന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അത് വൈൻ മാത്രമാട്ടോ, ഞങ്ങൾ അത്തരക്കാരല്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ചുമ്മാ ഒരു എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു ഓളത്തിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ അറേഞ്ച് ചെയ്തതാട്ടോ. ഫുഡ് നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പാരി ഗാർഡനിയ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. സൂപ്പർ ഫുഡാട്ടോ അവിടുത്തെ. ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അതുമൊക്കെ മേടിച്ചു. കുട്ടികളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് അടിച്ച് കളിച്ചു ഞങ്ങൾ. ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ലൈഫിലെ ഓരോ മൂമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. അതാണ് ഞങ്ങളുടെയൊക്കെ പോളിസി കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കി. ശോഭേച്ചിയൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഒരു ബിസി ഷെഡ്യൂളല്ലേ. അപ്പോൾ ഒരു ദിവസമെങ്കിൽ ഫ്രീ കിട്ടുമ്പോൾ അത് നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ട് ശ്രമിക്കണം. അതാ നമ്മുടെ വൈഷ്ണവ് മാത്രമേ ഒരു ആൺതരിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ലേഡീസും ഗേൾസും ആയിരുന്നു. ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുതോ, ഞങ്ങൾ പൂസല്ല കേട്ടോ. ചുമ്മാ ഒരരങ്ങിന് വേണ്ടിയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തതാണ്. നമ്മുടെ രഞ്ജു ഇത്ര നല്ല സൂപ്പർ ഗായികയാണെന്ന് ഞങ്ങൾ ഇന്നാട്ട് അറിഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് പാടി.
ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് പാടിക്കൊടുത്തു ഞങ്ങൾ കേട്ടോ. നമ്മുടെ സത്യേച്ചി നല്ലോണം പാടും കേട്ടോ. ആൾ ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് തമിഴ് പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടും. നല്ല ഒരു അഭിനേത്രി കൂടിയാണ് ആള്. അപ്പോൾ അഭിനയിച്ച് പാട്ടൊക്കെ പാടുക. രഞ്ജുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടാ ചെന്നൈയിലെ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ദിവസം ഇങ്ങനെ അടിച്ചു വിളിക്കാൻ കിട്ടിയത്. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആൾ പറയുകയും ചെയ്തു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ രഞ്ജുവും മക്കളും ഗോവയ്ക്ക് ഫ്ലൈറ്റിന് പോയിട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീശൈലം എന്ന് പറഞ്ഞിട്ട് ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ്, നമുക്ക് നടന്നു പോകാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ശോഭേച്ചിയും സത്യേച്ചിയും അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. ഇത് ഉപ്പിട്ട് അല്ലേ, ഇത് ഉപ്പിട്ട് കാരാബാത്ത് എന്നൊക്കെ പറയണ നമ്മുടെ ഉപ്മാവ്. അതിങ്ങടെ ചൗചൗ ബാത്ത്, ഇത് ഇതല്ലേ കേസരി അല്ലേ, കേസരി വിത്ത് കാരാബാത്ത്, ചൗചൗ ബാത്ത്. നമ്മുടെ പൂരി, പൂരിക്ക് കറി, പൂരിക്ക് 2-3 കറി, ചട്നി. പ്ലെയിൻ ദോശയാണ് കഴിക്കുന്നത് ഗൈസ്. ധനിയ വേണത്തിന് മസാല ഇഷ്ടമല്ല, ഇതിന് മസാലയുണ്ട്. തുറന്നു നമ്മുടെ സാധാ മസാല ദോശ, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 2 ചേച്ചിമാരും യാത്ര പറഞ്ഞു പോയിട്ടോ. ഇനിയും കൂടണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവർക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടി ഇങ്ങനെ സ്ലീപ്പ് ഓവറും ഫുഡൊക്കെ അടിച്ച് വിളിച്ചപ്പോൾ കേട്ടോ. ഞങ്ങളവിടെ നിന്ന് നേരെ കുറച്ച് ചെടി വാങ്ങാൻ പോയിട്ടാണ്. ശോഭ ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയല്ലോ, അപ്പോൾ ശോഭയ്ക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോണ രാമോഹള്ളിയിലുള്ള ഒരു ഫാം ഹൗസിൽ പോയി കുറച്ച് ചെടിയൊക്കെ മേടിച്ചു. അങ്ങനെ ശനി ഞായറും ഞങ്ങൾ അടിച്ച് വിളിച്ചു. വൈകുന്നേരമായി ശോഭയും ഷീബയൊക്കെ പോയപ്പോൾ കേട്ടോ. ചേട്ടന്മാർ തിരിച്ചെത്തിയതും വൈകുന്നേരമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും, ഇപ്പോൾ ചേട്ടന്മാർ അവരുടെ കൂട്ടമായിട്ട് അടിച്ച് വിളിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് വിളിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്